ഇപ്പൊ നമ്മൾ വെബിനാർ സ്റ്റാർട്ട് ചെയ്യാണ്. എൻ്റെ പേര് ഫാത്തിമ. നമ്മൾ ഇന്ന് നോക്കുന്നത് നമുക്കറിയാം, ഒരു 15 ഏപ്രിൽ ഒരു പകുതിയോളം എത്തുമ്പോഴത്തേക്കും നമ്മുടെ അനലിസ്റ്റ് ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ വരും എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അനലിസ്റ്റ് ഗ്രേഡ് 3 എക്സാമിനേഷന്റെ ഡീറ്റെയിൽസും ആ പോസ്റ്റിനെ പറ്റിയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിലെ സിലബസും അതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗവൺമെന്റ് അനലിസ്റ്റ് എന്ന് പറയുന്ന ജോബ് എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കുക. നമ്മളെല്ലാവരും ആ ജോബിന് വേണ്ടി എന്ത് ചെയ്യാൻ നിൽക്കുകയാണ്, എക്സാം എഴുതാൻ നിൽക്കുകയാണ്. സോ ആ പ്രൊഫഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടർ CCU അല്ല, ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം ചില സാമ്പിൾസ്, ഇപ്പൊ അഡൾട്രേറ്റഡ് ആയിട്ടുള്ള സാമ്പിൾസ്, അങ്ങനെയുള്ള സാമ്പിൾസ് എടുത്തിട്ട് അത് സീൽ ചെയ്ത് എങ്ങോട്ടേക്ക് അയക്കും? ഡ്രഗ് കൺട്രോൾ അല്ലെങ്കിൽ ഡ്രഗ് ലബോറട്ടറീസിലേക്ക് അയക്കും. അപ്പൊ അവിടെയുള്ള ഗവൺമെന്റ് അനലിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് ഈ നമ്മൾ അയച്ചിരിക്കുന്ന സാമ്പിൾസ് എടുത്തിട്ട് അത് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് പ്രൊഫഷൻ, ഗവൺമെന്റ് അനലിസ്റ്റിന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇത് വരുന്നത്. ഫസ്റ്റ് നമ്മൾ പോസ്റ്റിൽ കയറുമ്പോഴത്തേക്കും ഗവൺമെന്റ് അനലിസ്റ്റ് ഗ്രേഡ് 3യിലാണ് നമ്മൾ എക്സാം എഴുതി, PSC എക്സാം എഴുതി കയറുന്നത്. അതിനുശേഷം പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ വഴി ഗ്രേഡ് 2, ഗ്രേഡ് 1 ആകും, പിന്നെ ചീഫ് അനലിസ്റ്റ് ആകും, ഫൈനലി ഡ്രഗ് കൺട്രോളർ ആവും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു അനലിസ്റ്റിന്റെ പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പറയാനുള്ളത്. പിന്നെ സാലറി സ്കെയിൽ ആണ്. സാലറി സ്കെയില് നമ്മുടെ പഴയ നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നത് 39,500 to 83,000 എന്നാണ്. പക്ഷേ ഇപ്പോ ഗസറ്റഡ് റാങ്കിന്റെ സാലറി സ്കെയിൽ ആണ് ഗവൺമെന്റ് അനലിസ്റ്റിന്. അതായത് 55,200 തൊട്ട് ബേസിക് പേ ആണ്, 1,15,000 ആണ് പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നല്ല പേ സ്കെയിലുള്ള ഒരുവിധം വളരെ നല്ല ഗസറ്റഡ് റാങ്കിനോട് അടുത്ത് നിൽക്കുന്ന വളരെ നല്ല റെക്കഗ്നേഷൻ നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന നല്ലൊരു പ്രൊഫഷനാണ് ഗവൺമെന്റ് അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ അനലിസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ അനലിസ്റ്റുകൾ വർക്ക് ചെയ്യുന്ന ലാബുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ 4 ലാബുകളാണുള്ളത്. തിരുവനന്തപുരത്തുണ്ട് ഡ്രഗ് ടെസ്റ്റിംഗ് ലാബ്, എറണാകുളത്തുണ്ട്, തൃശ്ശൂരുണ്ട്, അതുപോലെ പത്തനംതിട്ടയിൽ കോന്നി അവിടെയുണ്ട്. ഈ 4 എണ്ണമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഡ്രഗ് ടെസ്റ്റിംഗ് ലബോറട്ടറികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഗവൺമെന്റ് അനലിസ്റ്റ് വർക്ക് ചെയ്യേണ്ടത്. ഇത് കൂടാതെ 2 ലാബിന് സാങ്ഷൻ കിട്ടിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് ലാബ് ആക്കി എടുക്കണമെങ്കിൽ ടൈം കുറച്ച് പിടിക്കും, ഒരു 4-5 വർഷം എന്തായാലും പിടിക്കും. കോഴിക്കോടും കണ്ണൂരും ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അങ്ങോട്ടേക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ കോഴിക്കോട് കണ്ണൂർ ഉള്ളവർക്കൊക്കെ. അപ്പൊ കോഴിക്കോടും കണ്ണൂരും വരുന്നുണ്ട്. ഓൾറെഡി ഇപ്പോൾ ഉള്ളത് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പത്തനംതിട്ടയിലെ കോന്നിയിലാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന പ്രൊഫഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ. പിന്നെ ഓൾഡ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് എന്ന് പറയുന്നത് 15/10/2019 വന്നത്. അതായത് ഒക്ടോബർ 15-ാം തീയതി 2019 നോട്ടിഫിക്കേഷൻ വന്നു. എക്സാമിനേഷൻ ഒരു വർഷം കഴിഞ്ഞിട്ട് 9/11/2020 എക്സാമിനേഷൻ നടന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 year plus 1 month സമയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 1 year, ഓൾമോസ്റ്റ് 1 year സമയം ഉണ്ടായിരുന്നു പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനായിട്ട്. എക്സാമിനേഷൻ അപ്പോഴാണ് നടന്നത്. 2021 റാങ്ക് ലിസ്റ്റ് ഇടുകയും ചെയ്തു. ഗവൺമെന്റ് അനലിസ്റ്റ് ആണ് പോസ്റ്റ്. ഡ്രഗ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഗവൺമെന്റ് അനലിസ്റ്റ് എന്ന പോസ്റ്റ് വരിക. അത് അവര് 4 ലബോറട്ടറീസിലാണ്, കേരളത്തിലുള്ള 4 ലബോറട്ടറീസിലാണ് വർക്ക് ചെയ്യേണ്ടത്. ഗ്രേഡ് 3 ആണ് ബേസിക്. അതിനുശേഷം 2 ആകും, 1 ആകും, ചീഫ് അനലിസ്റ്റ് ആവും, ഫൈനലി ഡ്രഗ് കൺട്രോളർ ആവാം. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസീസ് എന്ന് പറഞ്ഞ 7 വേക്കൻസി ആയിരുന്നു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരുന്നത്. അങ്ങനെ 2021 റാങ്ക് ലിസ്റ്റും വന്നായിരുന്നു കഴിഞ്ഞ. നമ്മുടെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ അനലിസ്റ്റ് എക്സാമിന്റെ റാങ്ക് ലിസ്റ്റില് മെയിൻ ലിസ്റ്റില് 59 പേരാണ് വന്നത്. സപ്ലിമെന്ററിയിൽ 8 പേരും ഉണ്ടായിരുന്നു. SC-യിൽ 5 പേര്, ST-യിൽ 5 പേര്, മുസ്ലിം 8 പേര്, LC 4 പേര്, OBC 5 പേര്, വിശ്വകർമ്മ അത് 5 പേര്, ദെൻ നാടാറ്, ഹിന്ദു നാടാറും അതുപോലെ SLUC നാടാറ് 5 പേര്, ദെൻ ഷെഡ്യൂൾ കാസ്റ്റ് ടു ക്രിസ്ത്യാനിറ്റി 3 പേര്, ദിവീര 4 പേര്, പിന്നെ നമ്മുടെ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഹിയറിംഗ് പ്രോബ്ലം ഉള്ള ഒരാള്, ലോക്കോമോട്ടർ 3 പേര്. ഇത്രയുമായിരുന്നു റാങ്ക് ലിസ്റ്റിൽ വന്നിരുന്നത്.
അപ്പൊ മെയിൻ ലിസ്റ്റിൽ 59 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പം ലാസ്റ്റ് വന്ന അഡ്വൈസ് പോയിരിക്കുന്നത് 26ാമത്തെ റാങ്ക് ഉള്ള ആൾക്കാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പൊ 26 പേരെ എടുത്തു കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ അതിൽ തന്നെ ഒ സി ആണ് നമ്മൾ റാങ്ക് അപ് ടു 15 എടുത്തിട്ടുണ്ട്. എഴവയാണെങ്കിൽ 22 റാങ്ക് 22 ആണ് എടുത്തിരിക്കുന്നത്. SC 26 റാങ്ക് അപ് ടു 26 SC എടുത്തു. ST ആണെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിലെ 1ാമത്തെ റാങ്ക് ആണ് എടുത്തിരിക്കുന്നത് ലാസ്റ്റ്. ദെൻ മുസ്ലിം റാങ്ക് 25 ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ OBC ഉണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിലെ 1 അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 26 റാങ്ക് ഉള്ളവർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനിയും കാലാവധി കഴിഞ്ഞിട്ടില്ല, ഇനിയും ഓൾമോസ്റ്റ് ഒരു ഇയറും കൂടെ ഉണ്ട്. അപ്പം എന്തായാലും നമ്മുടെ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന് റിസൾട്ട് വരാനായിട്ട് എന്തായാലും 1 വർഷത്തിന് മുകളിൽ പിടിക്കും. അപ്പോൾ ഉള്ള വേക്കൻസി കുറച്ച് ഇതിന് ഇനിയും എടുക്കുമായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത എക്സാമിനേഷൻ വരുമ്പോ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുറെ വേക്കൻസീസും ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ 7 വേക്കൻസി പറഞ്ഞ നോട്ടിഫിക്കേഷനിൽ നിന്നാണ് 26 പേരെ എടുത്തത്. ഒന്ന് ആലോചിക്കണം. അപ്പം 3 ഇരട്ടി ആൾക്കാരെ ഓളം എടുത്തിട്ടുണ്ട് അല്ലെ, പറഞ്ഞതിന് 3 ഇരട്ടിയോളം എടുത്തിട്ടുണ്ട്. അപ്പൊ വേക്കൻസിയുടെ 1 ഇരട്ടിയോ 3 ഇരട്ടിയോ വരെയെങ്കിലും ആൾക്കാര് അഡ്വൈസ് കിട്ടി പോകുന്നുണ്ടെന്ന് ഓർക്കണം. പിന്നെ ഉള്ളത് നമ്മുടെ സിലബസ് ആണ്. നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്, സിലബസ് ഒന്ന് നോക്കിയാൽ അറിയാം, അനലിസ്റ്റിന്റെ സിലബസ് നമ്മൾ DIയുടെ എക്സാം കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അല്ലെ. അതിൽ നിന്നൊരു വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ അനാലിസിസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള സിലബസ് ആണ് അനലിസ്റ്റിന്റെ പ്രീവിയസ് സിലബസ്. ഇപ്പോൾ വരുന്ന സിലബസ്, പുതിയ സിലബസിൽ എന്തായാലും മോഡിഫിക്കേഷൻസ് കാണും, അഡീഷൻസ് കാണും, ഡെലീഷൻസ് കാണും, അതൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കൊരു ബേസ് ആയിട്ട് ഈ പ്രീവിയസ് സിലബസ് വെച്ചിട്ട് പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം പുതിയ സിലബസ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കാതെ കഴിവതും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 8 മന്ത്സ് എങ്ങനെയാണെങ്കിലും പഠിക്കാനായിട്ട് കിട്ടും. നല്ല രീതിയിൽ നല്ല കോച്ചിങ് സെന്റേഴ്സിൽ പോയിട്ട് നല്ല രീതിയിൽ നല്ല കോച്ചിങ് തരുന്ന രീതിയിൽ അക്കാഡമീസിലോ അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു 8 മന്ത്സ് കൊണ്ട് എല്ലാ പോർഷൻസും കവർ ചെയ്ത് നല്ല റാങ്കിൽ തന്നെ എത്തിച്ചേരാനായിട്ട് പറ്റും. അപ്പം മോഡ്യൂൾ 1 എന്ന് പറയുന്നത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആണ്. അതിൽ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫാർമക്കോപ്പിയയുടെ ഇൻട്രൊഡക്ഷൻ, മോണോഗ്രാഫിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടെസ്റ്റ് ഫോർ പ്യൂരിറ്റിയും ക്വാളിറ്റി കൺട്രോളും ലിമിറ്റ് ടെസ്റ്റ് എല്ലാത്തിന്റെയും എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ ഹെവി മെറ്റൽസിന്റെയും ലെഡിന്റെയും ആർസനിക്കിന്റെയും സൾഫേറ്റിന്റെയും ക്ലോറൈഡിന്റെയും ഒക്കെ ലിമിറ്റ് ടെസ്റ്റ് പഠിക്കണം. പിന്നെ അതിനുശേഷം സ്റ്റഡി ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ആണ്. അത് സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ഇട്ടിരിക്കുന്നതിന് സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മതി. അതിന്റെ പ്രോപ്പർട്ടി, അസേ എന്താണ്, അസേ എല്ലാത്തിന്റെയും പഠിക്കേണ്ട, അസേ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലിന്റെ അവിടെ നിങ്ങൾക്ക് മാർക്ക് കാണാം, അപ്പൊ അതിന്റെ അസേ പഠിച്ചാൽ മതി. അപ്പൊ അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ളതിന്റെ അസേ പഠിക്കുക. പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജൻസ്, അതിൽ അസിഡിഫയേഴ്സ്, ആന്റാസിഡ്സ്, അഡ്സോർബൻസ് ആൻഡ് പ്രൊട്ടക്റ്റൻസ്, അങ്ങനെ അതൊക്കെ ഇനോർഗാനിക് കെമിസ്ട്രി മൊത്തം വരുന്നതാണ്. പിന്നെ വരുന്നത് ടോപ്പിക്കൽ ഏജൻസ് ആണ്. അതിലും അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് സിലബസിൽ. മാർക്ക് ചെയ്തിരിക്കുന്നതിന്റെ അസേ പഠിച്ചാൽ മതി. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ, അതുപോലെ തന്നെ സെലീനിയം സൾഫൈഡിന്റെ ഒക്കെ പഠിക്കുക. ദെൻ ഡെന്റൽ പ്രോഡക്ട്സ് പറയുന്നുണ്ട്. പിന്നെ ഇനോർഗാനിക്കിൽ തന്നെ ഫിസിയോളജിക്കൽ ആസിഡ് ബേസ് ബാലൻസും അതിന്റെ ഇമ്പോർട്ടൻറ്റും, പിന്നെ നമ്മൾ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടല്ലോ, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മെഗ്നീഷ്യം, അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ്സ്, അതിന്റെ ഓരോ കോമ്പൗണ്ട്സ് അതിനെപ്പറ്റി പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം. ദെൻ ഇലക്ട്രോലൈറ്റ് കോമ്പിനേഷൻ തെറാപ്പി ഇമ്പോർട്ടന്റ് ആണ്. ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ടിന്റെ കോമ്പസിഷൻ, അതിന്റെ കറക്റ്റ് വാല്യൂ, അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഇനോർഗാനിക്കിൽ വരുന്നതാണ്. ദെൻ ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, നൈട്രസ് ഓക്സൈഡ്, ഇതിൽ ചോദിക്കാനൊക്കെ ചാൻസ് എന്ന് പറയുന്നത് സിലിണ്ടേഴ്സിന്റെ കളറും ആ ഒരു റീജിയനിൽ വെച്ച് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എസെൻഷ്യൽ ആൻഡ് ട്രേസ് അയോൺസ് ഉണ്ട്, മോളിബഡിനം, സെലീനിയം, ഫെറസ് ഫ്യൂമറേറ്റ്, ഇതിനെ പറ്റിയൊക്കെ ഒഫീഷ്യൽ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഏതൊക്കെയാണ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ
നാസ്റ്റിക് അക്കാഡമിയിൽ ഓൾറെഡി DHS പ്രിപ്പയർ ചെയ്ത അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ IMS-നും ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്കൊക്കെ അറിയാം. നമ്മൾ ഒഫീഷ്യൽ സൊല്യൂഷൻ ഓഫ് അയഡിൻ ഒക്കെ ഒരുപാട് പറഞ്ഞ് പഠിച്ചതാണ് അല്ലെ. ടിഞ്ചർ, അയഡിൻ ടിഞ്ചർ, അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. അക്വസ് അയഡിൻ സൊല്യൂഷൻ, അതൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ സ്ക്ലിറോസിങ് ഏജൻസ്, അതുപോലെ തന്നെ എക്സ്പെക്ടറന്റ്, അതിനെപ്പറ്റി റെസ്പിറേറ്ററി സ്റ്റിമുലൻസ്, ഇതൊക്കെയാണ് ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത്. പിന്നെയും ഉണ്ട് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കണം. അതിൽ സ്പെസിഫൈ ചെയ്ത് കോമ്പൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. EDTA, ഡൈമർകാപ്രോൾ, ബെൻസിലാമീൻ, 110, ഫിനാൻഡ്രോളിൻ. അപ്പൊ അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. പിന്നെ പ്യൂരിറ്റി നോക്കാൻ, സ്വെല്ലിംഗ് പ്രോപ്പർട്ടി, ബെൻജണേറ്റിന്റെ സ്വെല്ലിംഗ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ജെല്ലിന്റെ ആസിഡ് ന്യൂട്രലൈസിംഗ് പ്രോപ്പർട്ടി, നമ്മുടെ കയോളിന്റെ അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി, പിന്നെന്താണ് പൊട്ടാസ്യം അയഡൈന്റെ കേസ് എടുക്കുവാണെങ്കിൽ എത്ര അയഡേറ്റ് ഉണ്ട്, ദെൻ ഫെറിക് അയൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്, ഫെറസ് ഗ്ലൂക്കനേറ്റിൽ എത്രയുണ്ട്. അപ്പൊ അതൊക്കെ ഇനോർഗാനിക് വരുന്നതാണ്, നമ്മുടെ ഗവൺമെന്റ് അനലിസ്റ്റിന്റെ സിലബസിലുള്ളതാണ്. പിന്നെ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് കോമ്പൗണ്ട്സ്, എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എന്താണ് പാർട്ടീഷൻ കോഎഫിഷ്യന്റ്, ഇതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഒരു തറവ് ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഒരു തിയറിയെ പറ്റിയുള്ള ഒരു തറവ് ഐഡിയ ഉണ്ടാക്കി എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മോഡ്യൂൾ 2 ആണുള്ളത്, ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്. മോഡ്യൂൾ 2 ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിൽ അത് ക്വാളിറ്റി കൺട്രോൾ ഉണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് ടെക്നിക്സ് ഓഫ് അനാലിസിസ് പറയുന്നുണ്ട്. വോളിമെട്രി അനാലിസിസും, പ്രൈമറി സ്റ്റാൻഡേർഡ്സ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ്സും, പിന്നെ ഓരോ ടൈട്രേഷൻസ് ആണ് പറയുന്നത്. ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ, അതിലെ ആസിഡ് ബേസ് കോൺസെപ്റ്റ് എന്താണ്, കോമൺ അയൺ എഫക്റ്റ് എന്താണ്, അയണിക് പ്രോഡക്റ്റ് എന്താണ്, ബഫർ എന്താണ്, ഡിഫറെന്റ് ബഫർ സൊല്യൂഷൻസ് എന്താണ്. പിന്നെ വരുന്നത് നോൺ അക്വസ് ടൈട്രേഷൻ ആണ്. അതിന്റെ തിയറി, അതിന്റെ സ്കോപ്പ്, ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യാനും എങ്ങനെയാണ് വീക്ക് ആസിഡും വീക്ക് ബേസും. പിന്നെ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രിൻസിപ്പിൾസ് പഠിക്കണം. അതുപോലെ തന്നെ ആസിഡിന്റെ ഒക്കെ എഫക്ട്, ടെമ്പറേച്ചറിന്റെയും സോൾവെന്റിന്റെ എഫക്ട്, പ്രസിപ്പിറ്റേറ്റിനെ സൊലിബിലൈസ് ചെയ്യാനായിട്ട് അത് ടെമ്പറേച്ചറിന്റെ ഒക്കെ എഫക്ട് പഠിക്കണം. ദെൻ അബ്സെന്റോമെട്രിക് ടൈട്രേഷൻ, അതിലും ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, അത് പഠിക്കുക. ദെൻ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ഉണ്ട്. ടൈട്രേഷനിൽ നമുക്കറിയാം EDTA പോലുള്ള കോംപ്ലക്സിന്റെ സഹായത്തോടുകൂടി ടൈട്രേഷൻ നടക്കുന്നത്. അതിൽ PM ഇൻഡിക്കേറ്റർ എന്താണ്, മാസ്കിംഗ് ഡിമാസ്കിംഗ് ഏജൻസ് എന്താണ്. പിന്നെ റിഡോക്സ് ടൈട്രേഷൻ ആണ് വരുന്നത്. റിഡോക്സ് ടൈട്രേഷനിൽ എന്തൊക്കെയാണ്, റിഡോക്സിന്റെ അല്ലെങ്കിൽ ഓക്സിഡേഷൻ റിഡക്ഷന്റെ ആ ഒരു ബേസിക് എന്തൊക്കെയാണ് അതിനെപ്പറ്റി, പിന്നെ എന്താണ് നേൺസ്റ്റ് ഇക്വേഷനെ പറ്റി, തിയറി ഓഫ് റിഡോക്സ് ടൈട്രേഷൻ. ഈ നേൺസ്റ്റ് ഇക്വേഷൻ ഒക്കെ എനിക്ക് നമ്മള് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2ന്റെ ലൈവ് ഡിസ്കഷൻ ചെയ്ത സമയത്ത് എവിടെയോ ഒക്കെ വന്നിട്ടുണ്ട് ഈ ബഫേഴ്സും ഈ നേൺസ്റ്റ് ഇക്വേഷന്റെ കാര്യമൊക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാവിമെട്രിക് അനാലിസിസിൽ നമുക്ക് പ്രസിപ്പിറ്റേഷൻ ടെക്നിക്സ്, പിന്നെ അതുപോലെ കോപ്രസിപ്പിറ്റേഷൻ എന്താണ്, ഗ്രാവിമെട്രി എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ, ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ എല്ലാം ചോദിക്കാം. പിന്നെ ബേരിയം സൾഫൈഡിന്റെ ഡിറ്റർമിനേഷൻ, പിന്നെ മിസലേനിയസ് മെത്തേഡ്സ്, ഡയസിറ്റൈസേഷൻ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ജൽദാൽ മെത്തേഡ്, നൈട്രജന്റെ എടുത്തു പറഞ്ഞിരിക്കുന്ന മെത്തേഡൊക്കെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചിട്ട് പോകണം. ജൽദാൽ മെത്തേഡ് നൈട്രജൻ എസ്റ്റിമേഷന്റെ, അതുപോലെ തന്നെ ഗ്യാസോമെട്രി, നമ്മുടെ കാൾ ഫിഷർ മെത്തേഡ്, ഇതൊക്കെയാണ് അനാലിസിസിൽ വരുന്നത്. പിന്നെ മോഡ്യൂൾ 3 എന്ന് പറയുന്നത് നമ്മുടെ കെമിസ്ട്രി 2 ആണ്, കെമിസ്ട്രി ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ്. അത് കുറച്ച് എന്താ പറയാ വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാർബോഹൈഡ്രേറ്റിൽ തന്നെ അതിന്റെ ഡെഫിനേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും, പിന്നെ എന്താണ് സ്ട്രക്ചർ, ലിങ്കേജ് എന്തൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഇപ്പം പോളിസാക്രിഡ്സിൽ എന്ത് ലിങ്കേജ് വരും, മോണോസാക്രിഡ്സിൽ എന്ത് ലിങ്കേജ് ആണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ വേരിയസ് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഇമ്പോർട്ടൻസ്. പിന്നെ പ്രോട്ടീൻസ് വരുവാണെങ്കിൽ പ്രോട്ടീൻസിന്റെ ഡെഫിനേഷൻ എന്താണ്, സ്വിറ്റർ അയോൺ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് പ്രോട്ടീൻസ് എന്താണ്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻസ് എന്താണ്, അനാലിസിസ് ഓഫ് പ്രോട്ടീൻസ് എന്താണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിക്കുക. ടെർപിനോയിഡ്സിനെ പറ്റി ഉണ്ട്, ആൽക്കലോയിഡ്സിനെ പറ്റി പഠിക്കാനുണ്ട്. കെമിസ്ട്രി ആണ് കെമിക്കൽ ക്ലാസിഫിക്കേഷനും ഐസൊലേഷനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഇലൂസിഡേഷനും ഒക്കെയാണ് പഠിക്കാനുള്ളത്. ഗ്ലൈക്കോസൈഡ്സ് ആണെങ്കിൽ അതിന്റെയും ഇതുപോലെ തന്നെ കാർഡിയക് ഗ്ലൈക്കോസൈഡ്സ് ഉണ്ടായിരിക്കും, അതിന്റെ കെമിസ്ട്രി നന്നായി പഠിക്കുക. സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് പഠിക്കുക. പിന്നെ സാപ്പോജൻസിന്റെ കെമിസ്ട്രി പഠിക്കുക. പിന്നെ പ്യൂരീൻസിന്റെ, അങ്ങനെ ഫിക്സഡ് ഓയിൽസിന്റെ, കൊളസ്ട്രോളിന്റെ, എർഗോസ്റ്റ്യൂറോളിന്റെ, ബൈലാസിന്റെ, ഇതൊക്കെ
സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പും കെമിസ്ട്രിയും ഒന്ന് പഠിച്ചു പോവുക. പിന്നെ അതുപോലെ തന്നെ ആൽക്കലോയിഡ്സ്, ആന്റിബയോട്ടിക്സ്, അതുപോലുള്ള ഫാർമസ്യൂട്ടിക്കലി സിഗ്നിഫിക്കന്റ് പ്രോഡക്ട്സ് നമ്മൾ നാച്ചുറൽ യൂസ് ചെയ്യുന്ന അതിനെ പറ്റി ഒന്ന് വായിച്ചു പോവുക. പിന്നെ ഉള്ളത് ജൂറിസ്പ്രുഡൻസ് ആണ്. ജൂറിസ്പ്രുഡൻസ് ആണ് മോഡ്യൂൾ 4. അവിടെ നമുക്കറിയാം എന്തായാലും ഡെഫിനിഷനും സ്കോപ്പ് ഓഫ് ഫോറൻസിക് ഫാർമസി ആണ്. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻ ഇന്ത്യയിൽ അത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റിന്റെ കേസ്, നമ്മുടെ PCIയുടെ എപ്പോഴാണോ രൂപീകരിച്ചത് അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ എന്താണ് ഡീറ്റെയിൽ സ്റ്റഡി ഓൺ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട്, ഒരിക്കലും നമുക്ക് വിട്ടുകളയാൻ പറ്റാത്തതാണ് അല്ലെ. DNC ആക്ട്, അതിലെ ഷെഡ്യൂൾസ്, അതുപോലെ തന്നെ റൂൾസ്, പിന്നെന്താണ് ഓരോരോ ലൈസൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോംസ്, അതൊക്കെ വിട്ടുകളയാൻ പറ്റാത്തതാണ്, അതൊക്കെ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ആക്ട് ആൻഡ് റൂൾ, അതിന്റെ ഇയർ പഠിക്കണം. നമ്മുടെ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഇയർ, ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് അതിന്റെ ഇയർ, പിന്നെ ഉണ്ട് നമ്മുടെ പ്രൈസ് കൺട്രോൾ ആക്ട് ഉണ്ട്, ഫാക്ടറീസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് അഡൾട്രേഷൻ പ്രിവെൻഷൻ ആക്ട്, അതുപോലെ ക്രൂവാലിറ്റി ടു ആനിമൽസ് പ്രിവെൻഷൻ ആക്ട്, പോയിസണസ് ആക്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്, ഇതിന്റെ ഒക്കെ ജസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറും അതിന്റെ ഒന്ന് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇതിന്റെ ഇയേഴ്സ്, വർഷം ഏതാണെന്നുള്ളത് പഠിക്കുക. പിന്നെ ഡ്രഗ് ട്രാജഡീസിനെ പറ്റി പറയുന്നുണ്ട് നമ്മുടെ പാനലിസ്റ്റ് സിലബസിൽ. അതിൽ നമ്മൾ ഡ്രഗ് പോയിസണിങ് വന്നാല്, ഡ്രഗ് ആക്സിഡന്റ് വന്നാല് ഏതൊക്കെ കമ്മിറ്റി റിപ്പോർട്ട്സ് ഡ്രഗ് ആക്സിഡന്റ് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ബാൻഡ് ഡ്രഗ്സ് ഏതൊക്കെയാണ്, ബാൻഡ് ഡ്രഗിന്റെ കോമ്പിനേഷൻ ഏതൊക്കെയാണ്, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് ഏതൊക്കെയാണ്. അപ്പൊ ഇവിടെ കുറച്ച് ഈ ഒരു ടോപ്പിക്കിൽ വരുമ്പോൾ, അതായത് ഈ ഒരു റീജിയനിൽ വരുമ്പോൾ നിങ്ങൾ കുറച്ച് പുറത്തൊന്നും കൂടി നോവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് പഠിക്കണം. കാരണം ഇപ്പോഴും ബാൻഡ് ആയിട്ടുള്ള കോമൺ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഒന്ന് വായിക്കുക. ഒരുപാട് പോണ്ട, ഒരുപാട് വായിക്കണ്ട, ജസ്റ്റ് ഷോർട്ട് ആക്കി ഒന്ന് വായിക്കുക. അത് പറഞ്ഞു തരാം, നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരാം എങ്ങനെ ഏത് രീതിയിൽ നോട്ട് ഉണ്ടാക്കണം, ഏത് രീതിയിൽ അത് വായിച്ചു പോകണം, എങ്ങനെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ രീതിയിൽ പഠിക്കാം. പിന്നെ അതാണ് നമ്മുടെ ജൂറിസ്പ്രുഡൻസിൽ വരുന്നത്. അതിനുശേഷം മോഡ്യൂൾ 5 ആണ് ഫാർമക്കോഗ്നോസി. അതിൽ നമുക്കറിയാമല്ലോ ബയോളജിക്കൽ സോഴ്സ്, കൊമേഴ്ഷ്യൽ വെറൈറ്റി, അതുപോലെ കെമിക്കൽ കോൺസ്റ്റുവൻസ്, അഡൾട്രൻസ്, അങ്ങനെ കുറെ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ കെമിക്കൽ ടെസ്റ്റുകളും ഒക്കെ പഠിക്കണം. അതിൽ ജിൻസിൻ ഉണ്ട്, നമ്മുടെ ലിക്വറേസ, സ്പിൽ എല്ലാം ഉണ്ട്. ദെൻ ട്രഡീഷണൽ ഡ്രഗ്സിന്റെ നമ്മുടെ അർജുന, അതുപോലെ തന്നെ അശോക, അതിന്റെ ഒക്കെ ജിംനിമ, അതിന്റെ ഒക്കെ ഇത് ഐ മീൻ സോഴ്സും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും, പിന്നെ നമ്മുടെ ഹോളിസ്റ്റിക് കൺസെപ്റ്റിൽ ഉള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ പറ്റി. ദെൻ ആയുർവേദിക് പ്രിപ്പറേഷൻ, നമ്മുടെ ആശവാസ്, കൈലാസ്, ചൂർണ, ലേഹ്യം, ഭസ്മം, ഇതൊന്ന് വായിച്ചു പോകണം കേട്ടോ. ഇതിലെ ക്വസ്റ്റ്യൻസ് ചിലത് ചോദിച്ചു കണ്ടിട്ടുണ്ട്, മാറിപ്പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ആയുർവേദിക് പ്രിപ്പറേഷൻ ഒന്ന് സ്ട്രെസ് ചെയ്തൊന്ന് മനസ്സിലാക്കി വെക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ സോഴ്സും കൊമേഴ്ഷ്യൽ വെറൈറ്റീസും, നമ്മുടെ ഡയഗ്നോസ്റ്റിക് മാക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് ആൽക്കലോയിഡ് കണ്ടെയ്നിങ് ഡ്രഗ്സ്, ട്രോപ്പെയിൻ, കൊക്കെയിൻ, വിദീന, സൊമനിഫറം, റവോൾഫിയ, അങ്ങനെ കുറെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് സിലബസിൽ, അതിന്റെ ഒക്കെ പഠിക്കുക. പിന്നെ ഉള്ളത് ബയോസിന്തറ്റിക് പാത്വേ അല്ലെങ്കിൽ ബേസിക് മെറ്റബോളിക് പാത്വേ, ഷിക്കീമിക് ആസിഡ് പാത്വേ എന്നൊക്കെ പറഞ്ഞ പാത്വേസ് ഉണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് ഷിക്കീമിക് ആസിഡ് പാത്വേ, അസിറ്റേറ്റ് മെവലാനൈറ്റ് പാത്വേ, ഐസോപ്രിനോഡ് സിന്തസിസ്, ഇതൊക്കെ ഈ പാത്വേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒന്ന് പഠിക്കുക. പിന്നെ നമ്മുടെ ക്രോമറ്റോഗ്രഫി ആണ്, നമ്മൾ അനാലിസിസിൽ എന്തായാലും പഠിക്കണം, അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും പഠിക്കുന്നുണ്ട് ക്രോമറ്റോഗ്രഫി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ക്ലാസിഫിക്കേഷൻ ക്രോമറ്റോഗ്രഫി ടെക്നിക് അല്ലെ, അത് അനാലിസിസിലും വരുന്നുണ്ട്, അതുപോലെ കോഗ്നോസിയിലും വരുന്നുണ്ട്. അതും കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അതും സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ വേരിയസ് എക്സ്ട്രാക്ഷൻ മെത്തേഡ്, അതിൽ തന്നെ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ ടെക്നിക് ഉണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് മെത്തേഡ്സ് അത് ചെയ്യുന്നത്, ഡീറ്റെയിൽസ് എല്ലാം പഠിക്കണം. പിന്നെ മറൈൻ ഫാർമക്കോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് തന്നിരിക്കുകയാണ്. അതിൽ നമ്മൾ മറൈൻ യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രഗ്സും അതിന്റെ സോഴ്സും എല്ലാ കാര്യങ്ങളും എഴുതണം. അതുപോലെ എൻസൈംസ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും. പിന്നീട് കോഗ്നോസിയിൽ തന്നെ അഡൾട്രേഷനും അതുപോലെ തന്നെ ഇവാലുവേഷനും, അപ്പൊ ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് അഡൾട്രേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം, അതിന്റെ WHO ഗൈഡ് ലൈൻസ് ഉണ്ട്, ആ ഗൈഡ് ലൈൻസ് ഒന്ന് വായിച്ചു പോകണം. അത് ഷോർട്ടാക്കി നോട്ടാക്കി നമുക്ക് നിങ്ങൾക്ക് തരാൻ പഠിക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ. സോ അത് ഇത് ചെയ്യുക, അത് ഒന്ന് വായിക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽസ്, നമ്മുടെ അട്രോപ്പിൻ, ക്വിനൈൻ, അതിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും
ക്രൂ ഡ്രഗ്സിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, നമ്മൾ ആഷ് വാല്യൂ ഒക്കെ ഉണ്ടല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അങ്ങനെയുള്ള കുറെ വാല്യൂസ് ഉണ്ടല്ലോ, അത് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഒന്ന് നോക്കി പോവുക. പിന്നെ ഉള്ളത് നമ്മുടെ ഫാർമക്കോളജിയും ബയോഫാർമസ്യൂട്ടിക്സും ആണ്. ഫാർമക്കോളജി 1 കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ജനറൽ ഫാർമക്കോളജിയിലെ ടോപ്പിക്കുകൾ തന്നെയാണ്. നമ്മുടെ DRC എന്താണ്, LD50 എന്താണ്, ED50 എന്താണ്, ഡ്രഗ് അഗോണിസം എന്താണ്, ഡ്രഗ് ആന്റഗോണിസം എന്താണ്, സൈനർജിസം എന്താണ്, റിസപ്റ്റർ ആക്ഷൻ എന്താണ്, ആന്റഗോണിസം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിക്കണം. അതുപോലെ തന്നെ ബാൻ ഡ്രഗ്സ് ഇവിടെയും, ഫിക്സ് ഡോസ് കോമ്പിനേഷൻ ഇവിടെയും പഠിക്കണം. ഇതുപോലെ തന്നെ ബാൻ ഡ്രഗ്സ് എപ്പോഴും നോവലായിട്ട് ഇപ്പൊ കൂടി ബാൻ ചെയ്ത ഡ്രഗ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. നോവൽ ഡ്രഗ്സും കൂടി ഉൾപ്പെടുത്തിയിട്ട് പഠിക്കുക. അപ്പൊ അങ്ങനെ ബാൻ ഡ്രഗ്സും, പിന്നെ നമുക്കറിയാം റാഷണൽ യൂസ് ഓഫ് മെഡിസിൻസ്, അവിടെ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ പി ഡ്രഗ് കൺസെപ്റ്റ് ഉണ്ടല്ലോ, പ്രിസ്ക്രിപ്ഷൻ പി ഡ്രഗ് കൺസെപ്റ്റ്, പി ട്രീറ്റ്മെന്റ് ഒക്കെ ഇപ്പൊ ഒരുപാട് റിസർച്ച് നടക്കുന്ന മേഖലയാണ്. അപ്പൊ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. പേഴ്സണലൈസ്ഡ് മെഡിസിൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ പി ഡ്രഗ് കൺസെപ്റ്റ്, പേഴ്സണലൈസ്ഡ് മെഡിസിൻ അത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ റാഷണാലിറ്റീസ് ആണ് പ്രിസ്ക്രിപ്ഷനിൽ വരുന്നത്. പിന്നെ ടോക്സിക്കോളജിയിൽ അറിയാം പോയിസനെ പറ്റിയാണ്. അതിൽ അക്യൂട്ടും സബ് അക്യൂട്ടും ക്രോണിക് ടോക്സിറ്റിയും എന്താണെന്ന് മനസ്സിലാക്കുക, എത്ര ദിവസമാണോ ഓരോന്നൊന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജീനോടോക്സിസിറ്റി എന്താണ്, ടെറാറ്റോജെനിസിറ്റി എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് നോക്കുക, മ്യൂട്ടാജെനിസിറ്റി എന്താണെന്ന് നോക്കുക, ഡ്രഗ് ഇന്ററാക്ഷൻസ് പഠിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ഇന്ററാക്ഷൻസ് എല്ലാം മനസ്സിലാക്കുക. ഒരു കോളം ആക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പൊ ഒരു കോളം ആക്കിയിട്ട് ഇമ്പോർട്ടന്റ് ഡ്രഗ് ഇന്ററാക്ഷൻസ് എഴുതിയിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ, എപ്പിഡമോളജി, അഡ്വേഴ്സ് റിയാക്ഷന്റെ പ്രീഡിസ്പോസിങ് ഫാക്ടേഴ്സും, അലർജി, അതിന് ഡ്രഗ് അലർജി കംപ്ലീറ്റ് മെക്കാനിസം എന്തൊക്കെയാണ്, ടോളറൻസ് എന്താണ്, ഹാബിറ്റുവേഷൻ എന്താണ്, അഡിക്ഷൻ എന്താണ്, ഇതിനൊക്കെ ഉള്ള ട്രീറ്റ്മെന്റ് എന്താണ്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് സ്പെഷ്യൽ ഗ്രൂപ്പ്സിലെ ഡ്രഗ്സിന്റെ ഫാർമക്കോളജി ആണ്. അതായത് പ്രഗ്നൻസി, ലാക്ടേഷൻ, അതുപോലെ പീഡിയാട്രിക് പേഷ്യൻസിന് അവർക്കൊക്കെ ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമുക്കറിയാം ഇപ്പൊ ജീരിയാട്രിക് പേഷ്യൻസ്, അതായത് വയസ്സായ ആൾക്കാർക്ക് അവരുടെ കിഡ്നി ഒന്നും പ്രോപ്പർ ഫങ്ഷനിങ് ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഡോസ് ഓഫ് ദ ഡ്രഗ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ആ രീതിയിൽ ടൈട്രേറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇനി പ്രഗ്നന്റ് ലേഡീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില ഡ്രഗ്സ് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കൊടുക്കണം. കാരണം അത് ഫീറ്റസിനെ ഭയങ്കരമായിട്ട് ഹാം ഉണ്ടാക്കാം, ടെറാറ്റോജെനിസിറ്റി പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഇനി ലാക്ടേറ്റിംഗ് മദർ ആണെങ്കിൽ കൂടി നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലൂടെ ചില ഡ്രഗ്സ് കുഞ്ഞിലേക്ക് എത്തിയിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സിനും സ്പെസിഫിക് കെയർ ഏതൊക്കെ ഡ്രഗ്സിന് കൊടുക്കണമെന്ന് പഠിക്കണം. അതും ഒരു പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്, സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ഡ്രഗ്സ് അല്ലെങ്കിൽ ലാക്ടേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗ്സ്, കോൺട്രാൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് എന്നൊക്കെ പറഞ്ഞൊരു ഫോളോ ആക്കിയിട്ട് പഠിച്ചാൽ എളുപ്പമായിരിക്കും. പിന്നെ ക്രോണോഫാർമക്കോളജി ആണ്. അതായത് നമ്മുടെ സെർക്കാഡിയൽ റിതം ഉണ്ട്, ആ റിതത്തിന്റെ ബേസിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് ഫാർമക്കോളജി റിലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, കോളിനർജിക് നെർവസ് സിസ്റ്റം, അഡ്രിനർജിക് സിസ്റ്റം, പിന്നെ ഉണ്ട് ഓട്ടോകോയിഡ്സ്, അതിൽ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം, അതുപോലെ സെറട്ടോണിൻ ബ്ലോക്കേഴ്സ്, പിന്നെ കാർഡിയോവാസ്കുലർ ഡ്രഗ്സ്, അതിൽ മൊത്തം മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് ഫെയിലിയർ, ആന്റി അർത്തിമിയ, ആന്റി ഹൈപ്പർടെൻസീവ്, ഇതൊക്കെ. പിന്നെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ വരികയാണെങ്കിൽ ഫാർമക്കോതെറാപ്പി ഓഫ് കഫ്, ആസ്മ, പിന്നെ ഡയബറ്റിസ് മെലിറ്റസിന്റെ ഫാർമക്കോതെറാപ്പി, അതുപോലെ തന്നെ ആന്റി ഫെർട്ടിലിറ്റി ഏജൻസ്, ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഏജൻസ്, ആൻഡ്രോജൻസ്, അനബോളിക് സ്റ്റീറോയിഡ്സ്, ഇതൊക്കെ കവർ ചെയ്യണം. കമ്മിങ് ടു നെക്സ്റ്റ്, ബയോഫാർമസ്യൂട്ടിക്സിൽ നമ്മൾ ഫാർമക്കോളജിയും ബയോഫാർമസ്യൂട്ടിക്സും ആയിരുന്നല്ലോ, അതിൽ ബയോഫാർമസ്യൂട്ടിക്സിൽ എലിമിനേഷൻ, ബയോ ട്രാൻസ്ഫോർമേഷൻ പഠിക്കണം. അതായത് നമുക്കറിയാം phase 1 and 2 റിയാക്ഷൻസ് ഉണ്ട് അല്ലെ ബയോ ട്രാൻസ്ഫോർമേഷനിൽ, അത് നന്നായിട്ട് പഠിക്കുക. അതായത് ഏതൊക്കെ phase 1 റിയാക്ഷനിൽ വരും, ഏതൊക്കെ phase 2 റിയാക്ഷനിൽ വരും എന്നുള്ള കാര്യം പഠിക്കുക. ഗ്ലൂക്കിനോട്ട് കോൺജുഗേഷൻ ഒക്കെ എന്തിലാണോ, phase 1-ലാണോ 2-ലാണോ വരുന്നത് ചോദിച്ചാൽ അറിയാൻ പറ്റണം. പിന്നെ ഉള്ളത് നമ്മുടെ കോൺസെപ്റ്റ് ഓഫ് ക്ലിയറൻസ് എന്താണ്, ക്ലിയറൻസ് റേഷ്യോ എന്താണ്, എന്ത് മെത്തേഡ് വഴി റീനൽ ക്ലിയറൻസ് നമുക്ക് കണ്ടുപിടിക്കാം, ഹെപ്പാറ്റിക് ക്ലിയറൻസ് കണ്ടുപിടിക്കാം, പിന്നെ എന്താണ് എൻഡറോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്, പിന്നെ ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ് മോഡൽസ് നമ്മൾ പഠിക്കും. അതിൽ IV ബോളസ്, ഇൻഫ്യൂഷൻ, അതിന്റെ ഒക്കെ കമ്പാർട്ട്മെന്റ് മോഡൽസും, അതുപോലെ 2 കമ്പാർട്ട്മെന്റ് മോഡലിന്റെ ബോളസ് അതിന്റെ എക്സ്പ്ലനേഷനും, നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സിന്റെ ഇതും, അതുപോലെ ബയോബിലിറ്റി, Cmax എന്താണ്, Tmax എന്താണ്, ഏരിയ അണ്ടർ കർവ്, AUC എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ബയോഫാർമസ്യൂട്ടിക്സിൽ പഠിക്കണം.
പിന്നെ വരുന്നത് 7 ആണ് മോഡ്യൂള്. അതിൽ ഫാർമക്കോളജി 2ഉം ക്ലിനിക്കൽ ഫാർമസിയും ആണുള്ളത്. ഫാർമക്കോളജി 2ൽ ബയോഅസ്സേ നമ്മൾ പഠിക്കുന്നുണ്ട്. ബയോഅസ്സേ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ബയോളജിക്കൽ അസ്സേ ആണ്. അത് നമ്മളെ ഡിഫറെന്റ് കോമ്പൗണ്ട്സിന്റെ, ഇൻസുലിൻ്റെ, ഡിജിറ്റാലിസിൻ്റെ, അഡ്രിനാലിൻ്റെ, അസറ്റൈൽ കൊളിൻ്റെ, ഹെപ്പാറ്റിക് സോഡിയത്തിന്റെ, ഡിപ്തീരിയ ആന്റിടോക്സിന്റെ, ആന്റി റാബിസ് വാക്സിന്റെ, റേഡിയോ ഇമ്യൂണോഅസ്സേ, ഇങ്ങനെ മെത്തേഡ്സ്, അങ്ങനെ ഓരോന്നിന്റെയും സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. ഈ ഇൻസുലിന്റെയും അതുപോലെ തന്നെ ട്യൂബർക്യുലാറിന്റെ ഹെഡ് ഡ്രോപ്പ് മെത്തേഡ്, അതുപോലെ തന്നെ റാബിസ് വാക്സിൻ, ഇതൊക്കെ ഒന്ന് പഠിച്ചു പോകേണ്ടതാണ്. ഇതൊക്കെ കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ. പിന്നെ നമ്മുടെ ഡ്രഗ് ഡിസ്കവറി ഡെവലപ്മെന്റ് phase 1, phase 2, phase 3, phase 4 നാല് ഡ്രഗ് ഡിസ്കവറി പ്രോസസ്സ് പറയുക. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് മാർക്കറ്റിംഗ് സർവൈലൻസിനെ പറ്റി പറയുക. എന്താണ് ഇൻഫോം കൺസെന്റ്, എന്താണ് പ്ലാസിബോയുടെ റോൾ എന്ന് പറയുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. പിന്നെ ഡ്രഗ് ഇന്ററാക്ഷൻ, കോൺട്രാഇൻഡിക്കേഷൻ, അതുപോലെ ഡിഫറെന്റ് പ്രിപ്പറേഷൻസിനെ പറ്റിയുള്ളത്. Then coming to CNS എല്ലാ ഡ്രഗ്സും, ജന അനസ്തെറ്റിക്സും, അതുപോലെ ആൽക്കഹോൾ, അതുപോലെ പാർക്കിൻസോൺസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, നമ്മുടെ NSAIDs, അതുപോലെ യൂട്രസിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, ഡയൂററ്റിക്, ആന്റി ഡയൂററ്റിക്സ്, ബ്ലഡിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സ്, അനീമിയ വരുമ്പോൾ കൊടുക്കുന്ന ഡ്രഗ്സ്, അതുപോലെ തന്നെ പ്ലാസ്മ വോളിയം എക്സ്പാൻഡേഴ്സ്, ഷോക്കിൽ കൊടുക്കുന്ന ഡ്രഗ്സ്, ഇങ്ങനെ എല്ലാ ഫാർമക്കോളജിയിൽ എന്ന് പറയുമ്പോൾ എല്ലാം മൊത്തം സിലബസ് തന്നെ കവർ ചെയ്യുന്നുണ്ട്, എല്ലാ ടോപ്പിക്സും. പിന്നെ വൈറ്റമിൻസിന്റെ ഫാർമക്കോളജി, അതുപോലെ തന്നെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതിന്റെ ഡ്രഗ്സിന്റെ ഫാർമക്കോളജി, ആന്റി ഫംഗൽ ഏജൻസിന്റെ സ്പെസിഫൈ ചെയ്ത്, കീമോതെറാപ്പിക് ഏജൻസ്, അതുപോലെ ആന്റിബയോട്ടിക്സ്, ഇങ്ങനെ എല്ലാം, ഹെവി മെറ്റൽസിന്റെ തെറാപ്യൂട്ടിക് ഗ്യാസസ്, ഇതൊക്കെ തെറാപ്യൂട്ടിക് ഗ്യാസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്, പക്ഷെ ചോദിച്ചു കാണും ക്വസ്റ്റ്യൻ. അതായത് ഓക്സിജൻ, ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്, അങ്ങനെ പിന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഏജൻസിന്റെ ഫംഗ്ഷൻ എന്താണ്, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇമ്യൂണോ ഫാർമക്കോളജി ആണ്. അതിൽ നമ്മളെല്ലാം വാക്സിൻ, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. വാക്സിനെ പറ്റി, റാബിസ് വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ, പിന്നെ അതുപോലെ ഇമ്യൂണോഗ്ലോബിൻസിനെ പറ്റി, അതുപോലെ എന്തൊക്കെയാണ് സ്റ്റെം സെൽ തെറാപ്പി, ഇപ്പോഴത്തെ പുതിയ സ്റ്റെം സെൽ തെറാപ്പി, ക്രിസ്പർ തെറാപ്പി, ഇപ്പൊ പുതിയതായിട്ട് വന്ന ജീൻ എഡിറ്റിംഗ് തെറാപ്പിയാണ്, അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ ഡ്രഗ് ആൻഡ് പോയിസണസ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ സെർച്ച് എങ്ങനെയാണ്, ദെൻ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്, ദെൻ ADR, പ്രാക്ടീസ് ബേസ്ഡ് റിസർച്ചും ലബോറട്ടറി ബേസ്ഡ് റിസർച്ചും ഒക്കെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. പിന്നെ ഉണ്ട് നമ്മുടെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ക്ലിനിക്കൽ മാനേജ്മെന്റ്, തന്നിരിക്കുന്ന ആൻജൈനയുടെയും മയോകാർഡിയലിന്റെയും എപ്പിലെപ്സിയുടെയും പാർക്കിൻസോണിസത്തിന്റെ ഷിസോഫ്രീനിയയുടെയും ആസ്മയുടെയും ഒക്കെ മാനേജ്മെന്റും അവരുടെ സിംറ്റംസും അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇൻഫെക്ഷസ് ഡിസോർഡേഴ്സിന്റെ പഠിക്കണം. ജോയിന്റ്സിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതുപോലെ നമ്മുടെ ഓസ്റ്റിയോപോറോസിസ്, പിന്നെ നമ്മുടെ ക്യാൻസർ, നിയോപ്ലാസ്റ്റിക് ഡ്രഗ്സ്, അതിന്റെ ഒക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും, അതുപോലെ തന്നെ സിംറ്റംസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസും, വാട്ട് ആർ ദ ട്രീറ്റ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, അതൊക്കെ ഒന്ന് മാനേജ്മെന്റ്, ക്ലിനിക്കൽ മാനേജ്മെന്റും ഒക്കെ പഠിക്കണം. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 3 ആണുള്ളത്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന സബ്ജക്റ്റ് ആണ്. മെഡിസിനൽ കെമിസ്ട്രി ഉണ്ട്, അതിൽ ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ട്. അവരതിൽ ആസ്ട്രിക് മാർക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ആ കോമ്പൗണ്ടിന്റെ SAR പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പഠിച്ചാൽ മതി എന്ന് പ്രത്യേകം അവർ കഴിഞ്ഞ സിലബസിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിലബസിൽ എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല, നോക്കാം എന്തായാലും. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ആസ്ട്രിക് മാർക്ക് ഇട്ടിരിക്കുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും, ക്ലാസിഫിക്കേഷനും, മെക്കാനിസം ഓഫ് ആക്ഷനും, യൂസസും. സ്ട്രക്ചർ എന്ന് പറയുന്നത് യൂസസ് വരെ എല്ലാ ഡ്രഗ്സിന്റെയും നോക്കുക. സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിക്കുമ്പോഴത്തേക്കും ഈ മാർക്ക് ഇട്ടിരിക്കുന്ന ആസ്ട്രിക് മാർക്ക് ഇട്ടിരിക്കുന്നതിന്റെ മാത്രം സ്ട്രക്ചർ പഠിക്കുക. പിന്നെ നമ്മുടെ കോളിനർജിക് ബ്ലോക്കിംഗ് ഏജൻസിനെ പറ്റിയുണ്ട്. അത് തന്നെ ഡിഫറെന്റ് എല്ലാ ഡ്രഗ്സും ഉണ്ട്. ഇവിടെയും ആസ്ട്രിക് മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിന്റെ ആ കോമ്പൗണ്ടിന്റെ മാത്രം സ്ട്രക്ചർ പഠിക്കുക. ബാക്കി എല്ലാത്തിന്റെയും ക്ലാസും യൂസസും അങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും ഒക്കെ പഠിക്കുക. ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ ആന്റി വൈറൽ ഡ്രഗ്സ്, നമ്മുടെ അമാൻറ്റിഡിൻ, ഇഡോക്സ്യൂറൈഡ്, അസൈക്ലോവിർ, അതിന്റെ അസൈക്ലോവിറിന്റെ സ്ട്രക്ചർ പഠിക്കണം. അതുപോലെ സാക്യുനാബർ, റിബാനാബർ, ഇതിന്റെ ഒക്കെ ക്ലാസിഫിക്കേഷൻ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ചോളുക.
ദെൻ പിന്നെ വരുന്നത് നമ്മുടെ മോഡേൺ മെത്തേഡ്സ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ആണ്, മൊഡ്യൂൾ 9. അതും ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് ഓറിയന്റഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ DAയുടെ സിലബസും ഇതും കൂടെ കമ്പയർ ചെയ്തിട്ട് ഇപ്പൊ അറിയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. കൂടുതലും അനാലിസിസ് ബേസ്ഡ് ആണ് സിലബസ് വന്നിരിക്കുന്നത് അല്ലെ. അനാലിസിസ് നമ്മുടെ ഇത് അനാലിസിസ് ഇൻഓർഗാനിക് ആ ഒരു കാര്യങ്ങളാണ് കൂടുതലും സ്ട്രെസ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അനാലിസിസിൽ ക്രൊമറ്റോഗ്രഫി എന്തായാലും പഠിക്കണം. അത് 3 അടുത്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഫാർമക്കോഗ്നോസിയിൽ പറയുന്നുണ്ട്, അതുപോലെ ഒരു കെമിസ്ട്രി 2 എന്തിലോ സ്പെസിഫൈ ചെയ്തു, പിന്നെ ഇപ്പോ അനാലിസിസിലും പറയുന്നുണ്ട് ക്രൊമറ്റോഗ്രഫി. അതിൽ ഓരോ ക്രൊമറ്റോഗ്രഫി നോക്കി പോകണം. കോളം ക്രൊമറ്റോഗ്രഫി, അതുപോലെ തന്നെ തിൻ ലെയർ ക്രൊമറ്റോഗ്രഫി, പാർട്ടീഷൻ പേപ്പർ ക്രൊമറ്റോഗ്രഫി, അതുപോലെ ഗ്യാസ് ക്രൊമറ്റോഗ്രഫി, നമ്മുടെ HPLC HPTLC അതിനെ പറ്റിയൊക്കെ. പിന്നെ പൊട്ടൻഷ്യോമെട്രിക് ട്രൈറ്റേഷൻ, കണ്ടക്ടോമെട്രിക് ട്രൈറ്റേഷൻ, തെർമൽ അനാലിസിസ് എന്തൊക്കെയാണ്, പോളറോഗ്രാഫിക് ടെക്നിക്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻസ്ട്രുമെന്റേഷന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആംബറോമെട്രി എന്തൊക്കെയാണ്, നെഫ്ലോമെട്രി എന്തൊക്കെയാണ്, മാസ് സ്പെക്ട്രോസ്കോപ്പി എന്തൊക്കെയാണ്, then regulatory control, regulatory drug interpretation of analytical data, validation of data, quality audit, അതുപോലെ തന്നെ എക്യുപ്മെന്റിന്റെ വാലിഡേഷൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം, ഫ്ലൂറിമെട്രി, അതുപോലെ നമ്മുടെ NMR ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി, ദെൻ ഫ്ലെയിം സ്പെക്ട്രോസ്കോപ്പി, അതെല്ലാം സ്പെക്ട്രോസ്കോപ്പിയും പഠിക്കണം, സിലബസിലുണ്ട്, അത് പഠിക്കണം. പിന്നെ ഫാർമസ്യൂട്ടിക്സ് ആൻഡ് മൈക്രോബയോളജി ആണ്. ഫാർമസ്യൂട്ടിക്സിൽ നമ്മുടെ കോമൺ ടാബ്ലറ്റ്സ്, ടൈപ്പ് ഓഫ് ടാബ്ലറ്റ്സ്, അതുപോലെ നമ്മുടെ ഇവാലുവേഷൻ, പാക്കേജിംഗ്, ടാബ്ലറ്റിന്റെ കോട്ടിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, കാപ്സ്യൂൾസിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. ടാബ്ലറ്റ്സിലൊക്കെ എന്താ, ടാബ്ലറ്റ്സിന്റെ കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ തന്നെയാണ്. ടാബ്ലറ്റിന്റെ എന്താണ് പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, എന്താണ് മോട്ടലിംഗ്, എന്താണ് ക്യാപ്പിംഗ്, അങ്ങനെയുള്ള ടാബ്ലറ്റ് പ്രോബ്ലംസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സ്യൂൾസിന്റെ തന്നെ സോഫ്റ്റ് ജെലാറ്റിൻ, ഹാർഡ് ജെലാറ്റിൻ ക്ലാസിഫൈ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇഞ്ചക്ഷൻസിനെ പറ്റിയാണ്. പിന്നെ ഫോർമുലേഷൻ ഡീറ്റെയിൽസ്, ദെൻ ലയോഫിലൈസേഷൻ, പാരന്റൽ പ്രൊഡക്ട്സ്, അതുപോലെ ബ്ലഡ് പ്രോഡക്ട്സ്, ക്രീം, നമ്മുടെ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗാലനിക്കൽ പ്രൊഡക്ട്സ്, അതായത് ഇൻഫ്യൂഷന്റെയും ടിഞ്ചേഴ്സിന്റെയും ലിക്വിഡ് എക്സ്ട്രാക്ട്സിന്റെയും ഒക്കെ എക്സ്ട്രാക്ഷൻ, അങ്ങനെ കൺട്രോൾ ഡെലിവറി സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നോക്കി പോകണം. മൈക്രോബയോളജിയിലാണെങ്കിൽ നമുക്കറിയാം മൈക്രോസ്കോപ്പ്, അതിന്റെ കാര്യങ്ങൾ, ബാക്ടീരിയയുടെ കൾച്ചർ, അപ്പൊ നമ്മൾ കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, പിന്നെ കൾട്ടിവേഷൻ ഓഫ് വൈറസിനും വൈറസ് റെപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന ഇത് കൾച്ചർ മീഡിയ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്, ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ എന്താണ്, ഡിസിൻഫെക്ഷൻ പ്രോസസ് എന്താണ്, ആന്റിസെപ്റ്റിക് പ്രോസസ് എന്താണ്, അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുക. സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫാർമസിസ്റ്റിന്റെ എക്സാമിനേഷൻ ആണെങ്കിലും സ്റ്റെറിലൈസേഷന്റെ ഓരോ സ്റ്റെറിലൈസേഷനും കറസ്പോണ്ട് ടു വാട്ട് മെത്തേഡ്, അതായത് ഹീറ്റ്, നമ്മുടെ ഗേജ് സ്റ്റെറിലൈസേഷൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ഏത് മെത്തേഡാണ്, അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്നത്, ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, അങ്ങനെ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റും. പിന്നെ ആന്റിബയോട്ടിക്സിനെ പറ്റിയും ഫെർമെന്റേഷൻ ടെക്നോളജിയെ പറ്റിയും അതുപോലെ സ്പെസിഫൈ ചെയ്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പെൻസിലിൻ, ആൽക്കഹോൾ, അമിലേസ്, വൈറ്റമിൻ, അത്രയും കാര്യങ്ങൾ അതിന്റെ എക്സ്ട്രാക്ഷൻ ടെക്നിക്സും പഠിക്കാനായിട്ട് പ്രീവിയസ് സിലബസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ സിലബസ് നമ്മുടെ DIയുടെ സിലബസ് പോലെ തന്നെ കുറച്ച് വൈഡ് ആണ്, പക്ഷെ പഠിച്ചു തീർക്കാവുന്നതാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എക്സാം നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1 ഇയർ സമയം ഉണ്ടായിരുന്നു നമുക്ക് എക്സാം എഴുതാനായിട്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു മിനിമം 8 months എങ്കിലും കിട്ടും. അപ്പൊ ഇപ്പൊ തന്നെ വേഗം നല്ലൊരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, കാരണം നമുക്ക് പല ജോലികളും എല്ലാം ഉണ്ടാവും, അപ്പം എല്ലാത്തിന്റെ ഇടയ്ക്ക് ഒരു ടൈം കണ്ടെത്തി പഠിക്കുക എന്ന് പറയുന്നത് ഒറ്റയ്ക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നല്ലൊരു കോച്ചിങ് സെന്ററിൽ ചേരുക, എന്നിട്ട് കോച്ചിങ് സെന്ററിൽ ചേർന്നിട്ട് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, ഓരോ സബ്ജക്ട്സ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം ഇപ്പോഴേ തുടങ്ങിയെങ്കിൽ മാത്രമേ ആ ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോഴേ ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക, എക്സാംസ് ഒരുപാട് അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ മാസ്റ്റർ കീയുടെ ക്ലാസ് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ലൈവ് വീക്ക്ലി ക്ലാസ്സുകൾ ഉണ്ടാവും, ട്വൈസ്. എക്സാം അടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു 2 to 3 ക്ലാസ്സസ് ഒക്കെ വീക്ക്ലി ഉണ്ടാവും.
അഡീഷണൽ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അതെന്തായാലും എടുത്തു തീർക്കും. നമ്മളിപ്പം നമ്മുടെ DIയുടെ കോച്ചിങ് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ മാക്സിമം എല്ലാത്തിന്റെയും കവർ ചെയ്യാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്തതിന്റെ നോട്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക്. ഇപ്പം DIയുടെ ഓൾറെഡി കോച്ചിങ്ങിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയായിരുന്നു മാസ്റ്റർ കീയിലെ കോച്ചിങ് എന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാർമസിസ്റ്റിൽ ഗ്രേഡ് 2 ഉള്ള കുട്ടികളുണ്ട്. അവർ കുറെ പേർക്ക് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം പ്രതീക്ഷയാണ് അവർ എല്ലാം റാങ്ക് ലിസ്റ്റിൽ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മള് ഈ അനലിസ്റ്റ് ഗ്രേഡ് 3യുടെ കോച്ചിങ് നമ്മൾ ബുധനാഴ്ച മുതൽ നമ്മൾ ഫസ്റ്റ് ലൈവ് സെഷൻസ് വരുന്നതായിരിക്കും. നിലവിലെ ആഴ്ചയിൽ നമ്മൾ 2 ലൈവ് ക്ലാസ്സുകളാണ് നിലവിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കാര്യം നമ്മുടെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരും കൂടി ഈ ഒരു ഈ ബിഫാം കഴിഞ്ഞവരും ബിഫാമോ എംഫാമോ കഴിഞ്ഞവരും ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടി കൺസിഡർ ചെയ്യാൻ വേണ്ടി നമ്മൾ നിലവിൽ 2 ലൈവ് ക്ലാസ് ആണ്. ലൈവിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ലൈവ് ക്ലാസ് കൊടുത്തു പോകല്ല. ഓരോ ക്ലാസ്സിന് ശേഷം അതിനകത്ത് കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഒന്നുകൂടി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഓരോ ക്ലാസ്സിന് ശേഷം അതിന്റെ PDF നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഇന്ന് നടത്തിയ ക്ലാസിന്റെ എക്സാം തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം കൂടിയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷ നമ്മൾ ഇതേപോലെ ലൈവ് സെഷൻ ആയിരുന്നു. നമ്മൾ ഏകദേശം 250ഓളം സ്റ്റുഡൻസ് ആണ് മാസ്റ്റർ കീ അക്കാഡമിയിൽ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കോച്ചിങ് സെന്ററിൽ ഓൺലൈനായിട്ട് പഠിച്ചത്, ലൈവ് സെഷനിലൂടെ പഠിച്ചത്. ഏറ്റവും വലിയ പ്രത്യേകത മാസ്റ്റർ കീ അക്കാഡമിയാണ്. അതിനകത്ത് 99% സിലബസ് ക്ലാസ്സുകളിലൂടെ തീർത്ത് ഒരേ ഒരു അക്കാഡമി മാസ്റ്റർ കീ അക്കാഡമി മാത്രമേ. കാര്യം സിലബസ് വരുന്നത് നമ്മൾ ഇതിന് ഡ്രഗ് ഇൻസ്പെക്ടറിന് ഒരു സിലബസ് ഇല്ലായിരുന്നു, വ്യക്തമായ ഒരു സിലബസ് ഇല്ലായിരുന്നു. ഇതിന് മുമ്പത്തെ ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ സിലബസ് ഇല്ലായിരുന്നു. ഒരു ഡിഗ്രി ലെവൽ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പരീക്ഷയാണ് നടത്തിയത്. അതിന്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ് നടത്തിയത്. പക്ഷെ ഇത്തവണ നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയായ അനലിസ്റ്റ് ഗ്രേഡ് 3യുടെ സിലബസ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഡ്രഗ് ഇൻസ്പെക്ടർ ക്ലാസ്സുകൾ തുടങ്ങിയതെങ്കിലും പിന്നീട് അതിന്റെ പുതിയ അപ്ഡേറ്റഡ് സിലബസ് എന്ന് പറയുന്നത് നമ്മൾ ബിഫാമിന് പഠിക്കുന്ന അതേ ഒരു 4 വർഷം അല്ലെങ്കിൽ 4.5 വർഷം പഠിക്കുന്ന സാധനം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തുള്ള ഒരു സിലബസ് ആയിരുന്നു ഡ്രഗ് ഇൻസ്പെക്ടറിന് വന്നത്. മാസ്റ്റർ കീ അക്കാഡമി ഒരു 70 ദിവസം കൊണ്ട് ഈ ഫുൾ സിലബസ് 99% നമ്മൾ സിലബസ് ക്ലാസ്സുകളിലൂടെ തീർത്ത്. പിന്നെ നമ്മൾ വായിച്ച് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്കുകൾ, അതായത് 2-3 മാർക്കിന്റെ ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മുടെ നോട്ട്സ് ആയിട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ അതിന്റെ ലൈവ് സെഷൻസും അതിന്റെ നോട്ട്സുകളും അതിന്റെ എക്സാം, അതുകൂടാതെ നമ്മൾ ഏകദേശം 5ഓളം മോഡൽ എക്സാം, ഏകദേശം 150ഓളം മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ നമ്മൾ കവർ ചെയ്ത് ഓരോ മൊഡ്യൂൾ വൈസ് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്ത് നമ്മുടെ കുട്ടികൾ ഒരു നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു പരീക്ഷയിൽ കാഴ്ചവെക്കുക. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2020 മുതൽ നമ്മൾ ഫാർമസിയുടെ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2021 നടന്ന IMS നമുക്ക് നല്ല റിസൾട്ടാണ്. ഏകദേശം 5ഓളം പേര് നമ്മുടെ ചെറിയ ലിസ്റ്റ് ആയിരുന്നു. 5ഓളം പേര് ഇപ്പൊ തന്നെ നിലവിൽ ഒരു ലിസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം ഒരു IMSന്റെ പരീക്ഷ കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് ഒരുപാട് പേരാണ് ഇപ്പൊ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നത്. അതുപോലെ തന്നെ ഇപ്പം DHSൽ നമുക്ക് ഏകദേശം 10,000-അടുത്ത് സ്റ്റുഡൻസ് ആണ് നമ്മുടെ DHS DME നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അതിനുവേണ്ടി ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, നമ്മളിപ്പം വെബിനാർ എടുത്തുകൊണ്ടിരിക്കുന്ന ടീച്ചർ ഉൾപ്പെടെ നമ്മുടെ ടീമിലുള്ള ടീച്ചറാണ്. അവരുൾപ്പെടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയത്. അതിന് ഇപ്പൊ തന്നെ ഏകദേശം 1500 കോപ്പീസാണ് നമ്മുടെ വിറ്റുപോയത്. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് ഫയൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ റാങ്ക് ഫയലും നമുക്ക് അവൈലബിൾ ആണ്. അതിന് 1050 രൂപയാണ് റേറ്റ്. നമ്മുടെ കോഴ്സ് എടുക്കുന്നവർക്ക് സ്പെഷ്യൽ റേറ്റിലാണ്. നമ്മൾ ഏതെങ്കിലും കോഴ്സ് എടുക്കുന്നവർ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനലിസ്റ്റ് ആയിക്കോട്ടെ, എടുക്കുന്നവർക്ക് നമ്മൾ 850 രൂപയ്ക്കാണ് നമ്മൾ ആ ബുക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കോഴ്സിന്റെ ഫീസ്, നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടർ നമ്മൾ 10,000 രൂപയായിരുന്നു നമ്മുടെ ഫീസ് ഫിക്സ് ചെയ്തത്. നമ്മൾ നിലവിൽ ഈ അനലിസ്റ്റ് ഗ്രേഡ് നമ്മൾ കുറച്ചുകൂടി ഫീസ് കുറച്ച് വെക്കുകയാണ്. കാരണം ഇത്രയും ഫാർമസിസ്റ്റിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരുപാട് പൈസ ചിലവാക്കി പഠിക്കുന്ന വേറെ കുട്ടികളുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ ഫീസ് കുറച്ചുകൂടി കുറയുകയാണ്. 8,000 രൂപയായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു ഫീസ് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വെബിനാറിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഓഫറും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ 5-ാം തീയതി വരെ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 6,500 രൂപയ്ക്കായിരിക്കും നമ്മുടെ ഈ ഒരു കോഴ്സ് നമ്മൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് 8,000 രൂപ അടയ്ക്കേണ്ടി വരും. പിന്നെ നമുക്ക് 8,000 രൂപ ആണെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും കോഴ്സ്
എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ ഓഫറാണ്. അവർ 5000 രൂപയ്ക്ക് നമ്മൾ കോഴ്സ് കിട്ടും. അല്ലാത്തവർക്ക് നമുക്ക് സ്പെഷ്യൽ ഓഫർ, ഈ വെബിനാറിൽ പങ്കെടുത്തവർക്ക് 5-ാം തീയതി വരെയുള്ള ഓഫർ 6500 രൂപയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ തന്നെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. നമ്മൾ മുന്നേ കാലേ കൂട്ടി നമ്മൾ പരിശീലനം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന അനലിസ്റ്റ് ഗ്രേഡ് 3-യിലെ ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എന്തായാലും നമുക്കൊരു 26 അഡ്വൈസ് പോയി. ഒന്നെങ്കിൽ നമുക്ക് അത്രയും തന്നെ അഡ്വൈസ്, അതിൽ കൂടുതലോ അഡ്വൈസുകളോ അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രയും ധൃതിപ്പെട്ട ഒരു വേക്കൻസി ഉണ്ടാകാനാണ് ധൃതിപ്പെട്ടിപ്പോൾ തന്നെ വിളിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ബി-ഫാമും ഫാം ഡിയും എം-ഫാമും ഒക്കെ കഴിഞ്ഞവർക്ക് ഒരു സുവർണ്ണ അവസരമാണ്. കാര്യം ഡ്രഗ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ അനലിസ്റ്റ് ഗ്രേഡ് 3 ഒക്കെ ട്രാക്ക് ചെയ്യുക. അതുപോലെ ഫാർമസിസ്റ്റ് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ എളുപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈസി ആയിട്ട് അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. പുതിയതായിട്ടുള്ളവർക്കും പ്രശ്നമില്ല, അവർ നേരിട്ട് തുടങ്ങണമെന്നേ ഉള്ളൂ. 6 മാസത്തിനുള്ളിൽ അവർ സെറ്റ് ആയിരിക്കും, അവർക്കും ഒരു മികച്ച റാങ്കിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു എല്ലാവരും. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ടീച്ചർ പറയും. ഓക്കെ ടീച്ചർ. ശരി, താങ്ക് യു ടീച്ചർ. വേറെ ഒന്നും പറയാനില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ വെബിനാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർക്ക് ചോദിക്കാം കേട്ടോ. മാം, സിലബസ് എന്തായാലും ചേഞ്ച് ആവോ? 19ൽ സിലബസ് മാറുമോ? ചാൻസ് ഉണ്ടടാ, കുറച്ച് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ DID ഇങ്ങനെ തന്നെയായിരുന്നു. പ്രീവിയസ് ഓർമ്മയുണ്ടല്ലോ, പ്രീവിയസ് സിലബസിൽ നിന്ന് കുറച്ച് അഡീഷൻസ് ഒക്കെ. അല്ല ടീച്ചറെ, DAക്ക് പ്രീവിയസ് സിലബസ് ഇല്ലായിരുന്നു. അതെ, നമ്മൾ അനലിസ്റ്റിന്റെ ആയിരുന്നു അല്ലെ നോക്കിയത്. ശരി. അതെ. അപ്പൊ സിലബസ് മേ ബി ചിലപ്പോൾ ചേഞ്ചസ് വരാം, എന്നാലും ഒരു 90% ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിപ്പോ 2021 വന്ന പരീക്ഷയുടെ ആയതുകൊണ്ടാണ് വലിയ മാറ്റങ്ങളില്ല. കാരണം 2021 നടന്ന IMSന്റെ പരീക്ഷയുടെ സിലബസ് തന്നെയാണ് ഇപ്പം DHSന്റെ പരീക്ഷ. ഇപ്പോൾ 2024 നടക്കാൻ പോകുന്ന DHSന്റെ പരീക്ഷയുടെ സിലബസ് മാറ്റമൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. ഒരുപാട് വ്യത്യാസം വരില്ലല്ലേ സാറേ? ജസ്റ്റ് ഒരു അഡീഷൻസ് എന്തെങ്കിലും ഉണ്ടാവും. അതെ.